ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്റ്റുഡന്റ്. അപ്പം നമ്മള് 10-ാം തീയതി ആകുമ്പോഴത്തേനും എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പോസിബിൾ ആയില്ല. അത് ഞാൻ ഇവിടെ പറയേണ്ട കാര്യം പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് പേഴ്സണൽ മെസ്സേജസും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ പോലെ തന്നെ നമുക്കും സെമസ്റ്റർ എക്സാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോളേജ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, ഹോംവർക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നിതിന ചേട്ടനാണെങ്കിൽ ആള് വർക്ക് ചെയ്യാണ്, ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രി ചെയ്യാണ്. ഞങ്ങൾക്കും കോളേജും എക്സാംസും കാര്യങ്ങളും അതിന്റെ ഒക്കെ സ്ട്രെസ്സും കാര്യങ്ങളും ആയതാണ്. പോരാത്തതിന് ഞങ്ങൾക്ക് ഈ വന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വരാൻ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ. സോ ഡെയിലി വരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് പോസിബിൾ അല്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു 10-ാം തീയതിക്ക് മുമ്പ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷെ പോസിബിൾ ആയില്ല. നമ്മുടെ മിസ്റ്റേക്ക് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ കമന്റ് ബോക്സിലൊക്കെ അൺസബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലൊന്നും ഞങ്ങൾ എതിര് പറയുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ല സ്ട്രെസ്ഡ് ആണ്. ഒപ്പം യൂട്യൂബിന്റെ ഇന്റൻസ് റാപ്പിഡ് കോഴ്സും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാമാണ് നമ്മൾ ഇത് വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഒന്ന് മനസ്സിലാക്കുക ഞങ്ങളെ. എന്തായാലും എക്സാം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു 15-നുള്ളിൽ ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതിൽ തർക്കമൊന്നുമില്ല. സോ അപ്പൊ ഞാൻ കൂടുതൽ പറയാനുള്ള ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സുവോളജിയിൽ നമ്മൾ പറയാൻ പോകുന്നത് മോളിക്യുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ മോളിക്യുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പറയുന്നതിന് മുമ്പ് എന്താണ് മോളിക്യുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പാരമ്പര്യമായി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയ ക്വാളിറ്റീസ്, അതിനെയാണ് ശരിക്കും ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ മോളിക്യുലർ ലെവലിൽ നമ്മൾ നോക്കുന്നത്, നേരത്തെ നമ്മൾ ജീനും കാര്യങ്ങളൊക്കെ ഇതിലും അതൊക്കെ വരുന്നുണ്ട്. സ്റ്റിൽ കുറച്ചുകൂടെ മോളിക്യുലർ ലെവലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളത് മോളിക്യുലർ ലെവലിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. സോ അതിൽ ആദ്യം പറയുന്ന കാര്യം എന്താണ്? DNA ആണ്. DNA, സ്ട്രക്ചർ ഓഫ് DNA നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പറയാ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു. DNA എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി DNA കുറച്ചുകൂടി വൃത്തിയായിട്ട് പഠിക്കണം. സോ DNA സ്ട്രക്ചർ എങ്ങനെയാണ്, DNA എപ്പോഴാണ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സോ ആദ്യം സ്ട്രക്ചർ ഓഫ് ദി DNA എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. DNA സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. DNA എന്ന് പറയുന്നത് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? പോളി ന്യൂക്ലിയോടൈഡ് എന്നുള്ള വാക്ക് എന്ന് പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ന്യൂക്ലിയോടൈഡുകൾ, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോടൈഡുകൾ, ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ അറേഞ്ച് ചെയ്ത് 2 സ്ട്രാൻഡായി അറേഞ്ച് ചെയ്ത് ഹെലിക്കൽ മോഡൽ, ഹെലിക്കൽ എന്ന് പറയുന്നത് ഒരു ഏണി അല്ലെങ്കിൽ ഒരു വൈൻഡഡ് ആയിട്ടുള്ള മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ ആണ് DNAക്ക് ഉള്ളത്. അറിയാം നിങ്ങൾക്ക്, അല്ലെ? റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ. അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഷുഗറും ഫോസ്ഫേറ്റും ആണ്. അതിന്റെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ആണ്. ഇതിലേക്കാണ് നൈട്രജൻ ബേസസ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, the two chains have anti-parallel polarity. ഈ 2 ചെയിനുകൾക്ക് ഉള്ളത് എന്താണ്? ആന്റി-പാരലൽ പൊളാരിറ്റി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആണ്. ഈ 2 ചെയിൻസും നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇപ്പം സൈറ്റോസൈൻ എന്നുള്ളതാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ ബേസ് പെയർ ഓപ്പോസിറ്റ് ആയി മാറും. അങ്ങനെയാണ് പോകുന്നത്. ഒന്ന് 5' to 3' ആണെങ്കിൽ അടുത്തത് 3' to 5'. അങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഈ 2 ബോണ്ട്സും, ഇത് നൈട്രജൻ ബേസസ് ഏത് ബോണ്ട് കൊണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് അറിയുന്ന കാര്യമാണ്. AT, അതായത് അഡിനിൻ തൈമിനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജൻ ബോണ്ട്, ഡബിൾ ബോണ്ട് ആണ്. സിയും ജിയും ആണെങ്കിൽ അത് ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ചാർഗാഫ് റൂൾ എന്ന് പറയുന്ന ഒരു റൂള് പറയുന്നുണ്ട്. അതായത് എപ്പോഴും എയുടെ പ്രപ്പോർഷൻ, എ എത്രയാണോ ഉള്ളത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെയായിരിക്കും തൈമിൻ ഉള്ളത്. അഡിനിൻ എത്രയാണോ ഉള്ളത് അതിന്റെ സെയിം ക്വാണ്ടിറ്റി തന്നെയായിരിക്കും തൈമിൻ ഉണ്ടാവുക. അതേപോലെ ജി എത്രയാണ്, ഗ്വാനിൻ എത്രയാണോ ഉള്ളത് അതിന്റെ സെയിം പ്രപ്പോർഷൻ തന്നെയായിരിക്കും എന്തുണ്ടാവുക? സൈറ്റോസിനും ഉണ്ടാവുക ഒരു DNAയിൽ. സോ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കമ്പോസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിന്റെയും കമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. സ്റ്റിൽ പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിച്ചാൽ, തൈമിൻ ഒരു DNAയിലുള്ള ലിവറിന് എന്താ പറയാ, നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത DNAയിലുള്ളത് 30% തൈമിൻ ആണെങ്കിൽ ബാക്കിയുള്ളതിന്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കൂ എന്നുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ബാക്കിയുള്ളതിന്റെ എത്രയായിരിക്കും? അതിന് എപ്പോഴും ഈക്വൽ ആവുന്നത് തൈമിനോടാണ്. സോ തൈമിനും 30 തന്നെയായിരിക്കും. ബാക്കിയുള്ള 20 ആയിരിക്കും വരും. അപ്പൊ അത് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അടുത്തതാണ് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്. DNA എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെ? DNA എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ. DNA ഹെലിക്സ് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്?
യൂക്കാരിയോട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ there is a set of positively charged basic proteins called histones. യൂക്കാരിയോട്സിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞ പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺസ്. ഓക്കെ, ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ പോസിറ്റീവ്ലി ചാർജ് ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ് ലൈസിൻസ് ആൻഡ് അജിൻസ്. അതായത് ഹിസ്റ്റോൺസ് എന്തുകൊണ്ടാണ് ഹിസ്റ്റോൺസ് ഇങ്ങനെ പോസിറ്റീവ് നേച്ചർ ഉള്ളത് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആസിഡ് റെസിഡ്യൂസ്, ആസിഡിന്റെ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ലൈസിൻസും അതുപോലെ അർജിനിൻസും ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 8 ഹിസ്റ്റോൺസ്, 8 ഹിസ്റ്റോൺസ് ചേരുമ്പോൾ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആവും. ഓക്കെ, 8 ഹിസ്റ്റോൺസ് ചേരുമ്പോൾ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ പറയണത്. ഇനി അപ്പൊ ഈ നമ്മുടെ DNA-ക്ക് എന്ത് ചാർജ് ആണ്? DNA-ക്ക് ഉള്ളത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ DNA പോയിട്ട് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് എന്ത് ചെയ്യും? വൈൻഡ് അപ്പ് ചെയ്തിരിക്കും. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് DNA-നെ പിടിച്ചു നിർത്തുന്നത്. കാര്യം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, DNA നെഗറ്റീവ് ചാർജ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി അട്രാക്ഷൻ നടക്കും. അങ്ങനെയാണ് പിടിച്ചിരുത്തുന്നത്. ഓക്കെ, ഈ DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പിക്ചറിൽ കാണാനായിട്ട് പറ്റും. അതിന് ന്യൂക്ലിയോസോം എന്ന് നമ്മൾ പറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ടിപ്പിക്കൽ ന്യൂക്ലിയോസോം, ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ ഉള്ളത് 200 ബേസ് പേഴ്സ് ആണ്. ഒരു നോർമൽ ന്യൂക്ലിയോസോമിൽ ഉള്ളത് 200 ബേസ് പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ന്യൂക്ലിയോസോംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിപ്പീറ്റിംഗ് ഫോം ഓഫ് ക്രോമാറ്റിൻ. നമുക്കറിയാം ക്രോമസോമിന്റെ ക്രോമാറ്റിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് എന്ത്? ന്യൂക്ലിയോസോമുകൾ. ന്യൂക്ലിയോസോംസ് ആർ ദ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് വാട്ട് എന്നുള്ള ചോദ്യം വന്നാൽ ക്രോമാറ്റിൻ ആണ് എന്നുള്ളത് എഴുതണം. ഓക്കെ, ഇനി ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? യൂക്രോമാറ്റിനും ഉണ്ട്, ഹെറ്ററോക്രോമാറ്റിനും ഉണ്ട്. ഓക്കെ, യൂക്രോമാറ്റിനും ഉണ്ട്, ഹെറ്ററോക്രോമാറ്റിനും ഉണ്ട്. എന്താണ് യൂക്രോമാറ്റിൻ, എന്താണ് ഹെറ്ററോക്രോമാറ്റിൻ? യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുന്നതും ലൂസ്ലി പാക്ഡും ആയിട്ടുള്ള ക്രോമാറ്റിൻ ആണ് എന്ത്? യൂക്രോമാറ്റിൻ. ഹെറ്ററോക്രോമാറ്റിൻ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡെൻസ്ലി വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ് ആൻഡ് ഇനാക്റ്റീവ് റീജിയൻ ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല. ഓക്കെ, അത് സ്റ്റെയിൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ട് കാണും. മറ്റേ നമ്മളുടെ യൂക്രോമാറ്റിൻ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് പറയുന്നത് ഇൻ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് അറിയാം നമ്മളുടെ ശരീരത്തിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ജീനാണെന്ന് നമുക്ക് ഇപ്പൊ അറിയാം, അല്ലെ? ജീനിൽ കൂടെയാണ് അല്ലെങ്കിൽ DNA ഒക്കെ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, DNA ആണ് എന്നുള്ളത് അറിയുന്നതിന് മുമ്പ് അതിനുവേണ്ടി കുറെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് മറ്റുള്ള ഒരാളിലേക്ക്, പാരന്റ്സിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടി കുറെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സോ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറയുന്നത് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് എക്സ്പെരിമെന്റ് ആണ്. അതായത് 1928 നടക്കുന്നത് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റ്. സോ നമുക്ക് നോക്കാം എന്താണ് ആ എക്സ്പെരിമെന്റ് എന്നുള്ളത്. ഫെഡറിക് ഗ്രിഫിത്ത് മൈസിനെയും അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പരത്തുന്ന അതാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് രണ്ടിനെയും ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ഹാസ് 2. ഇതിന് 2 സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതായത് സ്ട്രെപ്റ്റോകോക്കസിന് 2 സ്ട്രെയിൻ ഉണ്ടായിരുന്നു. സ്മൂത്ത് സ്ട്രെയിൻ, മനസ്സിലായോ? സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിറുലന്റ് ആണ്, വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഹാസ് പോളിസാക്കറൈഡ് മ്യൂക്കസ് കോട്ട്. അതിനൊരു മ്യൂക്കസ് കോട്ട് ഉണ്ട്, അതുകൊണ്ട് അത് എന്തുണ്ടാക്കും? ന്യൂമോണിയ ഉണ്ടാക്കും. ഇനി റഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് നോൺ വിറുലന്റ് ആണ്, വൈറലായിട്ട് പകരില്ല, അതിന് മ്യൂക്കസ് കോട്ട് ഇല്ല. ഓർത്തു വെക്കണം, മ്യൂക്കസ് കോട്ട് ഉണ്ട്, മ്യൂക്കസ് കോട്ട് ഇല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. റഫ് സ്ട്രെയിനിന് മ്യൂക്കസ് കോട്ട് ഇല്ല, അത് ന്യൂമോണിയ ഉണ്ടാക്കില്ല. സോ എന്താണ് ആൾ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എസ് സ്ട്രെയിൻ ആൻഡ് ആർ സ്ട്രെയിൻ എന്നായിട്ടാണ് പറയാൻ പോകുന്നത്. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത്, ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്. സോ ഓർത്ത് വെക്കുക, എസ് സ്ട്രെയിന് മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വെച്ചു. സോ അങ്ങനെ വെച്ച സമയത്ത് മൈസ് ചത്തുപോയി. മൈസ് എന്ന് പറഞ്ഞാൽ എലി ചത്തുപോയി. കാര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. സോ ഉറപ്പായിട്ടും മൈസ് ചത്തുപോകണം, മൈസിന് ന്യൂമോണിയ വരും, മൈസ് ചത്തുപോകും. ഇനി ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തു, അപ്പൊ മൈസ് ജീവിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സ്ട്രെയിനിന് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി മൈസ് ജീവിക്കും. ഇനി അടുത്ത ചെയ്തത് എസ്ട്രെയിനിനെ അതിന് ഹീറ്റ് കില്ല് ചെയ്തു, അതായത് ചൂടാക്കി, നല്ലോണം ചൂടാക്കിയപ്പം എസ്ട്രെയിനിലുള്ള വൈറസ് ഒക്കെ ചത്തുപോയി. എന്നിട്ട് അതിനെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, അപ്പോഴും മൈസ് എന്ത് ചെയ്തു? ജീവിച്ചു. നെക്സ്റ്റ് ഉള്ളതാണ് കാര്യം, എസ്ട്രെയിൻ
ഹീറ്റ് കിൽ പ്ലസ് ആർ സ്ട്രെയിൻ ലൈവ്. അതായത് ഹീറ്റ് കൊടുത്ത് എല്ലാ വൈറസിനെയും കൊന്ന എസ് സ്ട്രെയിനും പ്ലസ് ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിനും. ആർ സ്ട്രെയിൻ അസുഖം പരത്താത്തതാണല്ലോ നമുക്കറിയാം. അതും കൂടെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. പക്ഷെ മൈസ് ചത്തുപോയി. എന്തുകൊണ്ട്? ഇതാണ് കാര്യം. അതായത് എസ് സ്ട്രെയിൻ ചൂടാക്കിയിട്ടുണ്ട്. സോ എസ് സ്ട്രെയിൻ ആണ് ശരിക്കും ന്യൂമോണിയ പരത്തുന്നത്. പക്ഷെ ചൂടാക്കി അതിൽ വൈറസിനെ എല്ലാം കൊന്നു. എന്നിട്ട് ആർ സ്ട്രെയിൻ ഒരിക്കലും അസുഖം പരത്തില്ല. പക്ഷെ ആർ സ്ട്രെയിനെയും കൂട്ടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പം മൈസ് ചത്തുപോയി. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നത്. അതായത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു, ഇവിടെ ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് കൺക്ലൂഡ് ചെയ്തു. അതായത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിലെ ഹീറ്റ് കിൽ എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ഒരു സാധനം ആർ സ്ട്രെയിനിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ചെയ്തു. ആ സ്ട്രെയിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ എന്തോ ഒരു സാധനം ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ആർ സ്ട്രെയിനിന് ഒരു മ്യൂക്കസ് കോട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ആർ സ്ട്രെയിനെ വിറുലന്റ് ആക്കി മാറ്റുകയും അല്ലെങ്കിൽ വൈറസ് രോഗം പരത്താൻ കേപ്പബിലിറ്റി ഉള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ ആർ സ്ട്രെയിനിന് എന്തോ ഒരു സാധനം പോയിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പം ഇറ്റ് എനേബിൾ ആർസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമായിരുന്നു. ഇനി അപ്പൊ ഈ സാധനം കണ്ടുപിടിക്കുക, എന്താണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ആൾക്ക് മനസ്സിലായില്ല. അത് കണ്ടുപിടിക്കാൻ അടുത്തൊരു എക്സ്പെരിമെന്റ് നടന്നു. അതായത് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇതിലെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റ് നടത്തിയത് ഓസ്വാൾഡ് ആവറിയും കോളിൻ മെക്ലോഡും അതുപോലെ മെക്കാർട്ടിയുമാണ്. ആരൊക്കെയാണ്? ഓസ്വാൾഡ് ആവറി, കോളിൻ മെക്ലോഡ് ആൻഡ് മെക്കാർട്ടി. ഇവര് 3 പേരുമാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതേ പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ്, പ്രോട്ടീൻസ്, RNA, DNA എക്സെട്ര ഫ്രം ഹീറ്റ് കിൽ SL യൂസിങ് സ്യൂട്ടബിൾ എൻസൈം. ഈ ഹീറ്റ് കിൽ ചെയ്ത എന്താ പറയാ നമ്മുടെ എസ്സില്, അതായത് സ്മൂത്ത് സ്ട്രെയിൻ, ഇതിൽ നിന്ന് എടുത്തു. ഒക്കെ സ്യൂട്ടബിൾ എൻസൈം യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? RNA ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതായത് RNA യൂസിങ് പ്രോട്ടിയേസസ് ആൻഡ് RNases, പ്രോട്ടിയേസസും RNases ഉപയോഗിച്ചുകൊണ്ട് RNA എന്ത് ചെയ്തു? RNA പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഈ ഒരു എന്താ പറയാ ട്രാൻസ്ഫറിനെ അത് ഒരിക്കലും അഫക്ട് ചെയ്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി പ്രോട്ടീനോ DNA ഏതോ ഒന്നാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ശേഷം നെക്സ്റ്റ് അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA എന്താ പറയാ ഇതേപോലെ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. DNA ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി അഫക്ട് ചെയ്തു. അതായത് ഈ ട്രാൻസ്ഫോർമേഷനെ അല്ലെങ്കിൽ എന്താ പറയാ ഈ ട്രാൻസ്ഫറിംഗ് പ്രിൻസിപ്പിളിനെ അഫക്ട് ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി DNA ആണ്, DNA എൻസൈം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ട്രാൻസ്ഫോർമേഷനെ അഫക്ട് ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് DNA ആണ്. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ കൊണ്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു എക്സ്പെരിമെന്റും കൂടെ നടന്നിരുന്നു. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് അഥവാ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് എന്ന് പറയും. അപ്പം ഹെർഷിയും ചേസും കൂടെ കുറച്ച് ബാക്ടീരിയോഫേജ് വൈറസുകളെ ഒരു മീഡിയം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മീഡിയത്തിൽ വളർത്തി. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും അതുപോലെ റേഡിയോ ആക്റ്റീവ് സൾഫറും ബാക്ടീരിയോഫേജ് 2 എണ്ണത്തിലുമായിട്ട് വളർത്താണ്. സൾഫറിലും വളർത്തുന്നു, ഫോസ്ഫറസിലും വളർത്തുന്നു. ഈ ഫോസ്ഫറസും സൾഫറും രണ്ടും എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ കൊടുക്കാൻ കഴിവുള്ളതാണ്. ഓക്കെ, അതാണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെടുവിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് ഡിവൈസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയേഷൻ നമുക്ക് സെൻസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് റേഡിയോ ആക്റ്റീവിൽ തന്നെ വളർത്തുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫോസ്ഫറസും സൾഫറും എടുത്തതെന്ന് ഞാൻ പറയാം. വൈറസ് P32, അതായത് ഫോസ്ഫറസിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് P32. അതിൽ വളർന്നതിൽ DNA-യിൽ എന്ത് റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റി DNA-ക്ക് വന്നു. കാര്യം DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. സോ ഇതില് ഈ ബാക്ടീരിയ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? റേഡിയോ ആക്റ്റീവ് DNA കിട്ടി. സൾഫർ ആണെങ്കിൽ പ്രോട്ടീന്റെ കണ്ടന്റ് ആണ് സൾഫർ എന്ന് പറയുന്നത്. സോ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ആയിട്ട് മാറി. സൾഫറിൽ വളർന്നാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനിലായിരുന്നു റേഡിയോ ആക്ടിവേഷൻ ഉണ്ടായിരുന്നത്. നമ്മൾ ഫോസ്ഫറസിലാണെങ്കിൽ അതിന്റെ DNA-യിലായിരുന്നു റേഡിയോ ആക്ടിവേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ അവര് വളർത്തിയെടുത്തു. ശേഷം ഇവർ ഈക്കോളൈ ബാക്ടീരിയയിലേക്ക് ഇൻഫെക്ട് ചെയ്തു. ഇങ്ങനെ ഇൻഫെക്ട് ചെയ്ത സമയത്ത് എന്നിട്ട് ഈ ഇൻഫെക്ഷൻ നടത്തിയ ശേഷം ഈക്കോളൈ ബാക്ടീരിയയെ എടുത്തിട്ട് അജിറ്റേഷൻ നടത്തി. ഒരു ബ്ലെൻഡറെ യൂസ് ചെയ്ത് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്കി തിരിച്ച് എടുത്തു എന്നുള്ളതാണ്. അതിനെ ഒന്ന് സെറ്റ് ആക്കി എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ വൈറസ് പാർട്ടിക്കിൾസിനെ ബാക്ടീരിയയിൽ നിന്ന് എന്ത് ചെയ്തു?
റിമൂവ് ചെയ്തെടുത്തു. ഇങ്ങനെ കറക്കി അജിറ്റേറ്റ് ചെയ്തെടുത്ത് ഈ ബാക്ടീരിയയിൽ നിന്ന് വൈറസ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്തെടുത്തു. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുത്ത ശേഷം then the culture was centrifuged to separate lighter virus particles from heavier bacterial cells. ശേഷം ബാക്ടീരിയ നമ്മൾ എടുത്തല്ലോ, എന്നാലും ബാക്ടീരിയൽ സെൽസ് ഉണ്ടാവും. ഈ ബാക്ടീരിയൽ സെൽസിനകത്തായിരിക്കും വൈറസ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്തു, ഒരു സെൻട്രിഫ്യൂഗേഷൻ നടത്തി. എന്നിട്ട് വൈറസ് പാർട്ടിക്കിൾസിനെ ബാക്ടീരിയൽ സെൽസിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തു. ഇപ്പൊ മൊത്തം വൈറസ് പാർട്ടിക്കിൾസ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ഹാവിംഗ് റേഡിയോആക്റ്റീവ് DNA were radioactive. അതായത് ബാക്ടീരിയകൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇൻഫെക്ഷൻ നടന്നതിലെല്ലാം റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നതായിരുന്നു. കാര്യം DNA-യിലാണ് ഫോസ്ഫറസ് ഉള്ളത്, അതുകൊണ്ട് DNA ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അപ്പൊ ഇതിന്ന് കൺക്ലൂഡ് ചെയ്തു DNA ആണ് എന്ത് ട്രാൻസ്ഫറിംഗ് പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കൺക്ലൂഡ് ചെയ്യപ്പെട്ടു. അടുത്ത ടോപ്പിക് ആണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്യുലർ ബയോളജി. സെൻട്രൽ ഡോഗ്മയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോർമലി സെൻട്രൽ ഡോഗ്മ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അറിയാം നമുക്ക് ക്രിക്ക്, വാട്സൺ ക്രിക്ക് മോഡലിൽ ഉള്ള ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഫ്രം DNA ടു RNA ടു പ്രോട്ടീൻ. എപ്പോഴും ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് DNA-യിൽ നിന്ന് RNA-യിലേക്കാണ്. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാനായിട്ട് പറ്റും, കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണ് വരുന്നത്. എപ്പോഴും DNA-യിൽ നിന്ന് എന്താ പറയാ DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. ഇവിടെ കുറെ പ്രോസസ് ഉണ്ട്, ആ പ്രോസസ് പഠിച്ചു വെക്കുക. DNA-യിൽ നിന്ന് DNA ഉണ്ടാവുന്നതിനെ റെപ്ലിക്കേഷൻ എന്ന് പറയും. DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഈ പ്രോസസ് ഇതേപോലെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഈ സെയിം പിക്ചർ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. പക്ഷെ ചില വൈറസുകളിൽ ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ ആദ്യം RNA ഉണ്ട്, RNA-യിൽ നിന്ന് DNA സിന്തസിസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് എന്ത് പറയും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ചിലതിൽ മാത്രം അങ്ങനെ നടക്കാറുണ്ട്, ചില വൈറസുകളിൽ അങ്ങനെ നടക്കാറുണ്ട്. അടുത്താണ് DNA റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, DNA അതിന്റെ കോപ്പീസ് ഉണ്ടാവുന്നതിനെയാണ്, പാരന്റൽ DNA അതിന്റെ കോപ്പീസ് ഉണ്ടാവുന്നതിനെയാണ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദ മെഷീനറി ആൻഡ് എൻസൈംസ് ഫോർ റെപ്ലിക്കേഷൻ. എങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്, അതിന്റെ മെഷീനറീസും എൻസൈംസും ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് രണ്ട് സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്യപ്പെടും. എങ്ങനെ, അതിന്റെ ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്ത് രണ്ട് സ്ട്രാൻഡുകളും അൺവൈൻഡ് ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് അൺവൈൻഡിങ് ഓഫ് ദ DNA molecules at a point forms a Y-shaped structure called replication fork. അതായത് ഒരു ഭാഗത്ത് ഇപ്പം ഇങ്ങനെയാണ് DNA നിൽക്കുന്നത് വിചാരിക്കും, അതിന്റെ ഒരു പോയിന്റില് ബ്രേക്ക് ചെയ്ത് ആ പോയിന്റ് വൈൻഡ് ചെയ്തിട്ട് രണ്ട് സ്ട്രാൻഡ്സ് ഇങ്ങനെ വരില്ലേ, ബാക്കിയുള്ള സ്ട്രാൻഡ് അവിടെ നിൽക്കുന്നുണ്ട്, രണ്ട് സ്ട്രാൻഡ്. അപ്പൊ ഈ ഒരു Y-shaped സ്ട്രക്ചറിനെ എന്ത് പറയും, റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയും. ഓക്കെ, ആ സ്ട്രക്ചറിനെ പറയുന്നതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇനി the separated strands acts as templates for the synthesis of new strands. ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്ട്രാൻഡുകളാണ് അടുത്ത സ്ട്രാൻഡ്സ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇൻ ദ പ്രസൻസ് ഓഫ്, നിങ്ങൾക്ക് പിക്ചർ കാണാം ഇവിടെ, എന്താ പറയാ, റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ പിക്ചർ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം, എൻസൈമിന്റെ പ്രസൻസിൽ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം. ഏത് എന്താ പറയാ എൻസൈം ആണെന്നുള്ളതാണ് പറയുന്നത്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈമിന്റെ പ്രസൻസിൽ മെനി ന്യൂക്ലിയോടൈഡ്സ് joined with one another to primer strands and form a polynucleotide chain. പ്രൈമർ ഉണ്ടല്ലോ, ഇതിൽ പ്രൈമർ എന്ന് പറയുന്നതാണ് ഇനീഷ്യേറ്റർ. പ്രൈമറിലേക്ക് അറ്റാച്ച് ചെയ്ത് അടുത്ത ന്യൂക്ലിയോടൈഡ്സ് വന്ന് അറ്റാച്ച് ചെയ്ത് ഒരു ന്യൂ സ്ട്രാൻഡ് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യും. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം. അത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ട്രാൻഡ് 5' ഡയറക്ഷൻ മുതൽ 3' ഡയറക്ഷൻ വരെ നോർമലി സിന്തസൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ എപ്പോഴും 5' മുതൽ 3' വരെ തന്നെയാണ് സിന്തസിസ് നടക്കുന്നത്. പക്ഷെ അടുത്തൊരു സ്ട്രാൻഡിൽ അതിനെ എന്ത് പറയും, കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് ചെയ്യും. അതിനെ പറയുന്നതാണ് ലീഡിംഗ് സ്ട്രാൻഡ്. മറ്റേ അടുത്ത സ്ട്രാൻഡ് എന്ന് പറയുന്നത് അതർ സ്ട്രാൻഡ് ഫോംഡ് ഇൻ സ്മോൾ സ്ട്രെച്ചസ്. അത് കുറച്ച് സ്ട്രെച്ച് ആയിട്ട് കുട്ടി ഫ്രാഗ്മെന്റ്സിനെ പറയുന്നതാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയും. അത് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്, പകുതിയാണ്. അങ്ങനെ സിന്തസിസ് ചെയ്ത ശേഷം ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യും. DNA ലിഗേസ് എൻസൈം വെച്ച് ജോയിൻ ചെയ്ത ശേഷം
ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുക, അതാണ് സെക്കൻഡ് സ്ട്രാൻഡ് എന്ന് പറയുക. അതിനെയാണ് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുക. കാര്യം അത് കുറച്ച് എണ്ണമായിട്ടാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് ശേഷം അവസാനം ഫുള്ളായി ജോയിൻ ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിനെ ലാഗിങ് സ്ട്രാൻഡ് എന്നും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത ആദ്യത്തെ സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്നും പറയും. ഓക്കെ, അപ്പൊ ലാഗിങ് സ്ട്രാൻഡ് എന്താണ്, ലീഡിംഗ് സ്ട്രാൻഡ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ പഠിച്ചു വയ്ക്കും. ഓക്കെ, എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് it is the segment of DNA between the sites of initiation and termination of transcription. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിന്റെ ഇനീഷ്യേഷൻ, തുടക്കവും അതുപോലെ ടെർമിനേഷൻ, അവസാനത്തിന് ഇടയിലുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഭാഗത്തിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 regions. 3 regions ആണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഉണ്ടാവുന്നത്. ഒരു പ്രൊമോട്ടർ ഉണ്ടാവും, ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും, ഒരു ടെർമിനേറ്റർ ഉണ്ടാവും. ഒരു പ്രൊമോട്ടർ, എന്താണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ്. ആദ്യം RNA പോളിമറൈസ് എൻസൈം എന്ന് ബൈൻഡ് ചെയ്യേണ്ട സൈറ്റിനെയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ നോക്കിക്കോട്ടെ. അടുത്തതാണ് സ്ട്രക്ചറൽ ജീൻ. എന്താണ് സ്ട്രക്ചറൽ ജീൻ? സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ ദി റീജിയൻ ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. ടെർമിനേറ്ററിന്റെയും പ്രൊമോട്ടറിന്റെയും ഇടയിലുള്ള റീജിയൻ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ആ റീജിയൻ ആണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ടെർമിനേറ്റർ. ടെർമിനേറ്റർ എന്ന് പറയുന്നത് സൈറ്റ് വേർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്സ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3' എൻഡിനോട് ചേർന്നിട്ടാണ്, ആ എൻഡിനോട് ചേർന്നിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് കോഡിംഗ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡും കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' എൻഡിലായിരിക്കും പ്രൊമോട്ടർ ഉണ്ടാവുക. 5 എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു മാർക്കില്ലേ, അതിനെ 5' എന്ന് പറയാം. ആ ഭാഗത്തായിരിക്കും പ്രൊമോട്ടർ ഉണ്ടാവുക. സോ താഴത്തെ കാണിച്ചിരിക്കുന്നതാണ്, ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് മുകളിലുള്ള ബ്ലൂ കളറാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ജീൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സ്ട്രക്ചറൽ ജീൻ ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് 2 types. ഈ സ്ട്രക്ചറൽ ജീനിലെ അത് 2 ടൈപ്പാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ളത് 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ഒന്ന് മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ് അഥവാ സ്പ്ലിറ്റ് ജീനുകൾ എന്ന് പറയും. ഇറ്റ് ഈസ് സീൻ ഇൻ യൂകാരിയോട്ട്. യൂകാരിയോട്സിലാണ് സ്പ്ലിറ്റ് ജീനുകൾ കാണുക, അല്ലെങ്കിൽ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീനുകൾ കാണുന്നത്. ഹിയർ കോഡിംഗ് സീക്വൻസ് are interrupted by introns. Exons appear in process DNA. അതായത് ഇൻട്രോൺസും എക്സോൺസും ഉണ്ടാവും. അപ്പൊ എന്താണ് ഇൻട്രോൺസും എക്സോൺസും എന്ന് നമുക്ക് നോക്കാം. ഇൻട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെനിങ് സീക്വൻസുകളെയാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. എക്സോൺസ് അപ്പിയർ ഇൻ പ്രോസസ്ഡ് mRNA. പ്രോസസ്ഡ് mRNAയിലേക്ക് വരും. അതായത് ശരിക്കും മെച്ചൂർഡായി DNA പ്രോസസ് ചെയ്ത് പുറത്തേക്ക് വരും. DNA അല്ല, mRNA പ്രോസസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഇൻട്രോൺസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. എക്സോൺസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇൻട്രോൺസിന് ഇന്റർവെനിങ് സീക്വൻസുകൾ എന്ന് പറയുന്നത്, ഇടയിൽ കൂടെ കയറി വരുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കട്ട് ചെയ്ത് മാറ്റും. എക്സോൺസ് മാത്രമേ mRNAയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ്, നേരത്തെ പറഞ്ഞത് മോണോസിസ്ട്രോണിക് ആണ്. ഇത് പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. ഇറ്റ് ഈസ് സീൻ ഇൻ പ്രോകാരിയോട്സ്. ഹിയർ there are no split genes. പ്രോകാരിയോട്സിലാണ് പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീനുകൾ കാണുന്നത്. ഇവിടെ സ്പ്ലിറ്റ് ജീൻസ് ഒന്നുമില്ല, അത് വേറൊരു മെക്കാനിസം ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ജീൻ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് ജനറ്റിക് കോഡ്? It is a sequence of nucleotide in mRNA that contains information for protein synthesis. It is a sequence of nucleotide. ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് ആണ് mRNAയിലുള്ള ന്യൂക്ലിയോടൈഡുകൾ. mRNAയിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസുകളാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ജനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കോണ്ടോൺ ഈസ് ട്രിപ്ലെറ്റ്. അതായത് 3 ലെറ്റർ ആയിരിക്കും കോഡ്സ് ഉണ്ടാവുക. മനസ്സിലായും? 3 ലെറ്റേഴ്സുള്ള കോഡ് ആയിരിക്കും ഉണ്ടാവുക. 61 കോണ്ടോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്. അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നത് 61 കോണ്ടോണുകളാണ്. 3 കോണ്ടോൺസ്, അതായത് UAA, UAG ആൻഡ് UGA. ഈ 3 കോണ്ടോണുകൾ എന്ത് ചെയ്യില്ല? ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡേയും കോഡ് ചെയ്യില്ല ഈ 3 കോണ്ടോണുകൾ. ദേ ആക്ട് ആസ് സ്റ്റോപ്പ് കോണ്ടോൺസ്. ഇത് സ്റ്റോപ്പ് കോണ്ടോൺ ആയിട്ട്, അതായത് ടെർമിനേഷൻ കോണ്ടോൺസ് ഓർ നോൺസെൻസ് കോണ്ടോൺ, നിർത്താൻ വേണ്ടിയിട്ടുള്ള കോണ്ടോൺസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? UAA, UAG ആൻഡ് UGA. ഇനി ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെയാണ്. അതായത് ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ ബീങ്സ്, UUU കോഡ്സ് ഫോർ ഫിനൈൽ അലനിൻ. എവിടെയായാലും ബാക്ടീരിയ മുതൽ ഹ്യൂമൻ വരെ ഏത് റേഞ്ച് എടുത്ത് നോക്കിയാലും അതിൽ UUU എന്ന് പറയുന്ന കോണ്ടോൺ കോഡ് ചെയ്യുന്നത് ഫിനൈൽ അലനിന് വേണ്ടിയിട്ടാണ്.
Some exceptions are found in mitochondrial compounds and in some protozoans. ചില mitochondrial compoundsലും പ്രോട്ടോസോൺസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ ജനറലി യു കോഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫിനൈൽ അലനിന്റെ പോലെ തന്നെയാണ്, ഫിനൈൽ അലനിനാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കോമ്പൗണ്ട്സും. ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, ഏകദേശം സിമിലർ തന്നെയാണ്. അത് കോഡ് ചെയ്യുന്നത് എല്ലാം ഒരു സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇനി നോ പഞ്ച്വേഷൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് കോമ്പൗണ്ട്സ്, അതായത് കോമയോ കുത്തോ ഒന്നും നമ്മൾ അഡ്ജസന്റ് കോമ്പൗണ്ട്സിന് ഇടയ്ക്ക് ഇടില്ല. ഓക്കെ, the codon is read in mRNA in a continuous fashion. mRNA കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫാഷനിലാണ് ഈ കോഡോൺസ് എന്ത് ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നത്, വായിച്ചെടുക്കുന്നത്. ജെനറ്റിക് കോഡ് ഇസ് നോൺ ഓവർലാപ്പിംഗ്. ജെനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ നോൺ ഓവർലാപ്പിംഗ് ആണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒരിക്കലും ഒരു കോഡ് മറ്റൊരു കോഡിനെ ഓവർലാപ്പ് ചെയ്യില്ല. ഇനി ആൻ അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺ. അതായത് ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കോഡോൺസ് ആണ് ഒരു അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നത്. എക്സെപ്റ്റ് AUG ഫോർ മെത്തിയോണിൻ. AUG എന്ന് പറയുന്നത് മെത്തിയോണിനും UUG എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാനുമാണ് കോഡ് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നിനും കോഡ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ബാക്കിയുള്ള എന്താ പറയാ വേറെ കോമ്പൗണ്ട്സ് ഒക്കെ പലതിനും വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അമിനോ ആസിഡ് ഇസ് കോഡഡ് ബൈ മോർ ദാൻ വൺ. പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും അമിനോ ആസിഡിൽ കോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ AUG എന്ന് പറയുന്നതാണ് മെത്തിയോണിനുള്ളതും UUG ആണ് ട്രിപ്റ്റോഫാനുള്ളതും. ഇത് വേറെ ഒന്നിനും കോഡ് ചെയ്യില്ല. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് എന്ത് പറയും? ഡീജനറേറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഡീജനറേറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇനി അടുത്ത പറയാനുള്ളത് ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. ദാറ്റ് ഈസ് വൺ കോഡോൺ സ്പെസിഫൈസ് ഓൺലി വൺ അമിനോ ആസിഡ്. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അൺആംബിഗ്വസും സ്പെസിഫിക്കുമാണ്. അതായത് ഒരു ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡിനെ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുക. ഒരു കോഡ് വായിച്ചു കഴിഞ്ഞാൽ അത് ഒരു അമിനോ ആസിഡ് ആയിരിക്കും, അത് വേറെ അമിനോ ആസിഡ് ഒന്നും ആയിരിക്കില്ല. AUGക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഡ്യുവൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് AUG എന്ന് പറഞ്ഞാൽ മെത്തിയോണിന് കോഡ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ആക്ട് ആസ് ഇനീഷ്യേറ്റർ കോമ്പൗണ്ട്. ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇനീഷ്യേഷൻ, തുടങ്ങുക, ഒരു തുടക്ക കോമ്പൗണ്ട് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ AUG എന്ന് പറയുന്നത്. ഓക്കെ, യൂകാരിയോട്സിൽ മെത്തിയോണിൻ ഇസ് ദ ഫസ്റ്റ് അമിനോ ആസിഡ് ആൻഡ് ഫോമൈൽ മെത്തിയോണിൻ ഇൻ പ്രോകാരിയോട്സ്. നമ്മളുടെ യൂകാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ മെത്തിയോണിൻ ആണ് ആദ്യത്തെ അമിനോ ആസിഡ് ആയിട്ടുള്ളത്. ആൻഡ് ഫോമൈൽ മെത്തിയോണിൻ ആണ് എവിടെ? പ്രോകാരിയോട്സിന്റെ കേസിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്താണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഇവിടെ പറയുന്നത് ലാക് ഒപ്പേറോൺ ആണ്. ഈക്വളായിലുള്ള ഒരു മെക്കാനിസം ആണ് ലാക് ഒപ്പേറോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ലാക് ഒപ്പേറോൺ എന്ന് നമുക്ക് നോക്കാം. ദി ഒപ്പേറോൺ കൺട്രോളിംഗ് ലാക്ടോസ് മെറ്റബോളിസം. ലാക്ടോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് എന്ത്? നമ്മളുടെ ലാക് ഒപ്പേറോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജാക്വേ മോണോഡ്. ജാക്വേ മോണോഡും ഫ്രാൻസിസ് ജേക്കബുമാണ് ലാക് ഒപ്പേറോൺ എന്താ പറയാ പറഞ്ഞത്, പ്രെഡിക്റ്റ് ചെയ്തത്. അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും. ഒരു റെഗുലേറ്റർ ജീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്റർ ജീൻ ഉണ്ട്. ഓക്കെ, റെഗുലേറ്റർ ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻ കോഡ്സ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. അത് കോഡ് ചെയ്യുന്നത് റിപ്രസർ പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഗുലേറ്ററി ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻ കോഡ് ചെയ്യുന്നത് റിപ്രസർ പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. ഇനി ബി എന്ന് പറയുന്നത് 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ആദ്യത്തെ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു റെഗുലേറ്ററി ഓർ ഇൻഹിബിറ്ററി ജീൻ. രണ്ടാമത്തെ പറയുന്നത് സ്ട്രക്ചറൽ ജീൻസ് ആണ്. സ്ട്രക്ചറൽ ജീൻസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു സെഡ് ജീൻ ഉണ്ട്, ഒരു വൈ ജീൻ ഉണ്ട്, ഒരു എ ജീൻ ഉണ്ട്. സെഡ് ജീൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഗാലക്ടോസിഡേസിന് വേണ്ടി കോഡ് ചെയ്യുന്നതാണ് സെഡ് ജീൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ഇട്ടിട്ട് അല്ലെങ്കിൽ സെഡ് എന്നിട്ട് അവിടെ നമ്പർ ഇട്ട് 1 2 3 എന്നൊക്കെ അല്ലെങ്കിൽ ABC എന്നൊക്കെ നമ്പർ ഇട്ട് സെഡ് എന്താണ്, വൈ എന്താണ്, എ എന്താണ് എന്നൊക്കെ പണ്ടായിരിക്കും ചോദിക്കുക. ഐ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ സെഡ് ജീൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഗാലക്ടോസിഡേസിന് വേണ്ടി കോഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഹൈഡ്രോലൈസസ് ലാക്ടോസ് ടു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ലാക്ടോസിനെ ഹൈഡ്രോലൈസ് ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റും. ഇനി വൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയസിന് വേണ്ടി കോഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓഫ് ദി സെൽ ടു ബീറ്റ ഗാലക്ടോസിഡേസ്. അത് ബീറ്റ ഗാലക്ടോസിഡേസ് ലാക്ടോസിന് വേണ്ടി സെല്ലിന്റെ പെർമിയബിലിറ്റി, നമ്മുടെ നോർമൽ സെല്ലിന്റെ പെർമിയബിലിറ്റി ബീറ്റ ഗാലക്ടോസിഡേസ് നമ്മുടെ സെല്ലിലേക്ക് പോകുമ്പോൾ അതിന്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ വൈജീൻ ആണ്. വൈജീൻ എന്ന് പറഞ്ഞാൽ വൈജീൻ ഞാൻ പറഞ്ഞു. എ ജീൻ ആണ്. അത് ട്രാൻസ് അസെറ്റിലേസിന് വേണ്ടി കോഡ് ചെയ്യുന്നതാണ് എ ജീൻ എന്ന് പറയുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക. എന്തിനു വേണ്ടി കോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നോർമലി ചോദിക്കുക. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ജീൻസ് ഇൻ ദി ഒപ്പേറോൺ ഫംഗ്ഷൻ ടുഗെദർ ഇൻ ദ സെയിം ഓർ റിലേറ്റഡ് മെറ്റബോളിക് പാത്വേ. ഇതിലുള്ള ജീൻസ് എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ പാത്വേക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്.
ഇഫ് ദർ ഇസ് നോ ലാക്ടോസ്, ഇവിടെ ഇൻഡ്യൂസർ ഇല്ലാത്ത പക്ഷം, ലാക്ടോസ് ഇല്ലാത്ത പക്ഷം ലാക്ടോപ്പിറോൺ റിമെയിൻ സ്വിച്ച്ഡ് ഓഫ്. ലാക്ടോപ്പിറോൺ നിൽക്കും. ലാക്ടോപ്പിറോൺ ശരിക്കും വർക്ക് ചെയ്യുന്നത് ലാക്ടോസിന്റെ പ്രസൻസിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ലാക്ടോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. The regulator gene synthesis mRNA to produce repressor protein. ഇവിടെ റെഗുലേറ്ററി ജീൻ എന്ത് ചെയ്യും? mRNA സിന്തസിസ് ചെയ്യും. അത് പോയിട്ട് റിപ്രസർ mRNA ഉണ്ടാകും. ഓക്കെ, ദിസ് പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദി ഓപ്പറേറ്റർ റീജിയൻ ആൻഡ് ബ്ലോക്ക് RNA പോളിമറൈസ് മൂവ്മെന്റ്. ഇത് പോയിട്ട് ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും? അതായത് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായല്ലോ, റിപ്രസർ പ്രോട്ടീൻ നേരെ പോയിട്ട് ഓപ്പറേറ്റർ റീജിയനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് RNA പോളിമറൈസിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. സോ ദ സ്ട്രക്ചറൽ ജീൻസ് ആർ നോട്ട് എക്സ്പ്രസ്. അതുകൊണ്ട് സ്ട്രക്ചറൽ ജീനുകൾ എന്ത് ചെയ്യില്ല? എക്സ്പ്രസ് ചെയ്യരുത്. ലാക്ടോസിന്റെ ആബ്സെൻസിൽ പറഞ്ഞ കാര്യമാണ്. ഇല്ല ലാക്ടോസിന്റെ പ്രസൻസിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. രണ്ട് പിക്ചർ കാണാൻ നിൽക്കുക. ആദ്യം ഇല്ലാത്തതും ഇനി പറയാൻ പോകുന്നുള്ളത്. If lactose or allolactose is provided in a growth medium, it is transported into E. coli cells by the action of permease. ഇനി ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോലാക്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഈക്കോളൈയുടെ ശരീരത്തിനകത്തേക്ക് പോവും പെർമിയേസിന്റെ ആക്ഷൻ കൊണ്ട്. ഇപ്പൊ നല്ല പെർമിയബിലിറ്റി ഉണ്ട്, സെൽസിന് നല്ല പെർമിയബിലിറ്റി വരും. ശേഷം പെർമിയേസിന്റെ ആക്ഷൻ കൊണ്ട് എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്ത് പോകും. ഇനി ലാക്ടോസ് അല്ലെങ്കിൽ ഇൻഡ്യൂസർ ബൈൻഡ്സ് വിത്ത് റിപ്രസർ പ്രോട്ടീൻ. ഇനി ലാക്ടോസ് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും, റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇവിടെ ലാക്ടോസ് ഉള്ള പക്ഷം ലാക്ടോസ് നേരെ പോയി റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ റിപ്രസർ പ്രോട്ടീൻ കനോട്ട് ബൈൻഡ് ടു ഓപ്പറേറ്റർ റീജിയൻ. ഓപ്പറേറ്റർ റീജിയനുമായിട്ട് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യില്ല. നേരത്തെ എന്ത് ചെയ്യും? റിപ്രസർ പ്രോട്ടീൻ നേരെ പോയിട്ട് ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് നേരെ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനുമായിട്ട് ബൈൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ലാക്ടോസ് കൊടുക്കുമ്പോൾ ലാക്ടോസും റിപ്രസർ പ്രോട്ടീനുമായിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യാണ്ട് വരും. ദി ഓപ്പറേറ്റർ റീജിയൻ ബിക്കംസ് ഫ്രീ ആൻഡ് ഇൻഡ്യൂസസ് RNA പോളിമറൈസ്. നമ്മുടെ എന്താ പറയുക ഓപ്പറേറ്റർ റീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് അത് എന്ത് ചെയ്യും? എന്താ പറയുക ഇൻഡ്യൂസസ് ദി RNA പോളിമറൈസ് ടു ബൈൻഡ് വിത്ത് പ്രൊമോട്ടർ. അത് RNA പോളിമറൈസിനെ ഇൻഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തുമായിട്ട് ബൈൻഡ് ചെയ്യാൻ? പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണെന്നാലും ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക. ഓക്കെ, ഈ ഓപ്പറേറ്റർ റീജിയൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ റീജിയൻ RNA പോളിമറൈസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പൊ അത് പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഗുലേഷൻ ഓഫ് ലാക്ടോപ്പിറോൺ ബൈ റിപ്രസർ ഇസ് കോൾഡ് നെഗറ്റീവ് റെഗുലേഷൻ. എങ്ങാനും ലാക്ടോപ്പിറോൺ റിപ്രസർ എന്താ പറയാ ലാക്ടോപ്പിറോണിന് റിപ്രസർ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് നെഗറ്റീവ് റെഗുലേഷൻ. ഇവിടെ അപ്പൊ ഉള്ള പാർട്സും കാണാം, എന്താ പറയാ ലാക്ടോസ് കൊടുത്തിട്ടുള്ളതും കാണാം, ലാക്ടോസ് കൊടുക്കാത്ത ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട്, HGP. എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട്? ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മെഗാ പ്രോജക്റ്റ് ആയിരുന്നു. നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ജനറ്റിക് മെറ്റീരിയലും അതിന്റെ ലൊക്കേഷനും ഓരോന്ന് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോസസ് ആയിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്ന് പറയുന്നത്. It was the first mega project for the sequencing of nucleotides and mapping of all genes in human genome. നമ്മുടെ ജീനിലുള്ള സകലമായ ജീനുകളെയും എന്താ പറയുക കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അടുത്ത് രണ്ട് ഫുൾ ഫോംസ് കൊടുത്തിട്ടുണ്ട്, അതായത് രണ്ട് അബ്രിവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം നമ്മൾ പറയാ BAC. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് 1 മാർക്ക് ആയിട്ട്. BAC എന്താണ്? YAC എന്താണ്? BAC എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആണ്. ആൻഡ് YAC എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. സോ ഇത് പഠിച്ചു വെക്കിയ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് അഥവാ DNA പ്രൊഫൈലിംഗ്. അപ്പം അതില് സ്റ്റെപ്സ് ആണ് പറയുന്നത്, DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് അലക് ജെഫ്രീസ് ആണ്. അലക് ജെഫ്രി അല്ല, അലക് ജെഫ്രീസ് ആണ്. അവസാനം ഒരു എസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക് എന്ന് പറയും DNA ഫിംഗർ പ്രിന്റിംഗിന്റെ. ആദ്യം ചെയ്യുന്നത് ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യും. എവിടെ നിന്നാണോ പ്ലാന്റ് സെൽസിന് എവിടെ നിന്നാണോ പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ശേഷം ഇതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത ശേഷം സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ഡൈജസ്റ്റ് ചെയ്ത ശേഷം ഈ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അടുത്ത ചെയ്യുന്ന ട്രാൻസ്ഫറിംഗ് ആണ്. അതിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിംഗ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോണോ നൈട്രോസെല്ലുലോസോ പോലുള്ള സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? ഈ DNA ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് അതിന് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ ബ്ലോട്ടിംഗ് എന്ന് പറയും. ഹൈബ്രിഡൈസേഷൻ യൂസിംഗ് റേഡിയോ ആക്റ്റീവ് ലേബൽ VNTR പ്രോബ്.
ശേഷം ഇതിനെ ഹൈബ്രിഡൈസേഷൻ നടത്തും. VNTR പ്രോബ് യൂസ് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടത്തും ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ശേഷം ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഓട്ടോ റേഡിയോഗ്രഫി ഉപയോഗിച്ച് ഇതിനെ ഡിറ്റക്ട് ചെയ്ത് എടുക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സുകൾ ഇതുപോലെ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സുകൾ ഇതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു പറയുന്നത് എന്താ വെച്ചാൽ ദി ഓട്ടോ റേഡിയോഗ്രാം ഗിവ്സ് ആൻ ഇമേജ് ഇൻ ദി ഫോം ഓഫ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. ഇറ്റ് ഇസ് കോൾഡ് DNA ഫിംഗർ പ്രിന്റ്. ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ ഇതില് ഓട്ടോ റേഡിയോഗ്രാഫി വരുന്നത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ റേഡിയോഗ്രാമിൽ നിന്നാണ് ഓട്ടോ റേഡിയോഗ്രാഫി നടത്തുന്നത്. സോ ഈ ഓട്ടോ റേഡിയോഗ്രാം ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആയിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റിനെ വളരെ വൃത്തിയായിട്ട് കാണിക്കും. ഇത് വേറൊരാളുമായിട്ട് മാച്ച് ആണെങ്കിൽ നമുക്ക് പറയാം പെറ്റേണിറ്റി ഇഷ്യൂസും റേപ്പുകളും അതുപോലെയുള്ള കാര്യങ്ങൾ ക്രൈംസും ഒക്കെ തെളിയിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആപ്ലിക്കേഷൻസ്, DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നാണ് പറയുന്നത്. ഒന്ന് ഫോറൻസിക് ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? പെറ്റേണിറ്റി, അതായത് പേരൻസ് ആരാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. രണ്ടാമത്തെ റേപ്പ് തെളിയിക്കാൻ, അതുപോലെ മർഡർ ഒക്കെ തെളിയിക്കാൻ യൂസ് ചെയ്യാം. അടുത്താണ് ജനറ്റിക് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ടു ഡിറ്റർമൈൻ ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഓഫ് ആനിമൽസ്, ആനിമൽസിന്റെ ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ. ടു ഡിറ്റർമൈൻ പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ്, പോപ്പുലേഷൻ ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ, ഞാൻ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരാം. ചില ടോപ്പിക്സ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക്സ് ആണ്, പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റൂ. സോ ഈ ചാപ്റ്റർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പറയാ, ഞാൻ പറഞ്ഞു അപ്ലോഡ് ചെയ്യാൻ വൈകിയതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.